അത് നമുക്കിന്ന് നാട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ട്, മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം. പരിചയമില്ലാത്ത ഒരാളുണ്ടല്ലേ? പരിചയമില്ലാത്ത ഒരാളുണ്ട്. പരിചയമില്ലാത്ത ആളുടെ കൈക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ് ഒന്ന് വീണതാ. അപ്പോൾ കൈക്ക് ചെറിയ ഫ്രാക്ചറുണ്ട്. അപ്പോൾ നമുക്ക് കമ്പത്ത് നമ്മുടെ ഒരാളുണ്ട്, പുള്ളെടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഇത് മാറ്റിയിട്ട് ഒന്ന് കെട്ടി റെഡിയാക്കി വിടാം. അപ്പം അവിടെ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് സംഭവം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ഇത് നമ്മുടെ കുഞ്ഞാൻ്റിയുടെ ഹസ്ബൻഡ്, നമ്മുടെ ചായയുടെ അച്ഛനാണ്. അപ്പം ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വീട്ടിൽ പോയപ്പം കൊച്ചൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കൊച്ചന് ഇപ്പം സ്ഥലത്ത് വന്നു. അപ്പോൾ വന്ന വഴിയെ ഒരു ചക്ക ഇടാനായിട്ട് തോട്ടി, അപ്പോൾ അത് തോട്ടി വെട്ടാൻ പോയ വഴിക്കൊന്ന് വീണ് കൈക്ക് ചെറിയ ഫ്രാക്ചറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൊണ്ടുപോയി ഒന്ന് ശരിയാക്കിയിട്ട് വരാം. കൊച്ചനെ നേരത്തെ കമ്പത്ത് വന്നേക്കുന്നത് എപ്പോഴാണ് വന്നേക്കുന്നത്? അതങ്ങനെ ചോദിച്ചാൽ ഞാൻ തെറ്റിപ്പോവും. കമ്പത്തൊക്കെ വഴി വന്ന് പോയത് കഴിഞ്ഞ പ്രാവശ്യം ചായ എല്ലാം കൂടെ പിള്ളേരെ മുട്ടയടിക്കാൻ പോയില്ലേ? പളനിക്ക്. അതോ അങ്ങനെ ഒന്ന് വന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ അമ്പലത്തിങ്ങന്ന് വന്നപ്പം വന്നു. അങ്ങനെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ അല്ലേ? അതാ വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആൻറ്റിയും പിള്ളേരും എല്ലാം കൂടെ വന്നപ്പം ഒന്ന് വന്നായിരുന്നു. അന്ന് മുന്തിരിപ്പാടത്തും ഒക്കെ ഒന്ന് പോയി. ഇന്ന് നമുക്ക് നോക്കട്ടെ, ഇന്ന് കമ്പത്തെ ചന്ത ദിവസം, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ചന്തയിലും കൂടെ കയറാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പോയി കൈ ശരിയാക്കാം. കമ്പം കഴിഞ്ഞ് തേനിക്ക് പോകുന്ന വഴിക്ക് പുതുപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് പുതുപ്പട്ടി കമ്പത്തുനിന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കൈ കെട്ടുന്ന സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത്. അല്ല, ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും പറയണമെങ്കിലേ ചോദിക്കണ്ടേ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. അപ്പം പുതുപ്പട്ടി വന്നിട്ട് പുതുപ്പട്ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് പോകുന്നൊരു വഴിയുണ്ട്. ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. പരമു എന്നാണ് പുള്ളിയുടെ പേര്, പരമു. അതെ, പരമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പുള്ളി മെയിനായിട്ട് അവർ ഈ പരമ്പരാഗതമായിട്ടേ വൈദ്യന്മാരാണ്. അപ്പം അങ്ങനെയുള്ള ഇതാ. അങ്ങനല്ല, ഇത് ഈ പിന്നെ ഒടിവ്, പിന്നെ ഈ നടുവേദന, അങ്ങനെയുള്ള ഇതൊക്കെ ഇതില്ലേ, അതിനൊക്കെ വരുന്നത്. അമ്മ ഇപ്പം ഒരു 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നു. അമ്മ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ റെഡിയായി. ബാക്കി അതിലെല്ലാം പോയായിരുന്നു, എന്നിട്ടെങ്കും കുറവില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ലപോലെ മാറി. അതിലങ്ങ് പോയാലും മതി. ഇതിലേ പോയി. കുഞ്ഞെന്നാ പറഞ്ഞ അച്ചമ്മച്ചിയുടെ നടുവും കൂടെ കാണിക്കണമെന്നോ? അതിനാ എന്നെ കൊണ്ട് എപ്പോഴും ഒരിടെ തിരിക്കാൻ പറ്റത്തില്ലെന്ന്. സിനിമ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിളിക്കും, നടു ഒരുമിത്താണോ? നാട്ടിലാണെങ്കിൽ ഇപ്പം കൊന്നയെല്ലാം പൂത്ത് കഴിഞ്ഞില്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? കാശ് കൊടുത്ത് മേടിക്കുമോ? ഇവിടെ ഇഷ്ടം പോലെ പൂവുണ്ട്. അതെ, അതിന്റെ കായിരിപ്പുണ്ട്, വേണം എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞത്. കൊണ്ടുപോയി ഇടാൻ കേട്ടോ. പിന്നെ അതെ, അതെ, എടുത്തു വെക്കാം. ഇത് വേണോ? വേണ്ട. അവിടെ ഇരിക്കും. കാലേലും കൂടെ ഒരു കമ്പി കിടക്കുന്നുണ്ടല്ലേ? കാല് മടക്കത്തില്ല, ആ ഒരു കാല് മടങ്ങുകയില്ല. അതൊരു ആക്സിഡന്റ് ആയിട്ട് ഒരു കമ്പി ഇട്ടേക്കുന്ന. അതെ അതെ, അത് കെട്ടിവെച്ചേക്കുന്നതൊക്കെ ഇപ്പം അഴിച്ചു മാറ്റിയിട്ട് വേറെ കമ്പ് മറ്റേ ഇതുണ്ട്, അത് വെച്ചിട്ട് അതെ, ഇത് ഇത്രയൊന്നും വേണ്ടായിരുന്നല്ലേ? അല്ല, ഇത് ഒത്തിരി വെറുതെ കെട്ടിയെന്നാ പറഞ്ഞത്. കണ്ടോ കുഞ്ഞ് കണ്ട എന്നാ രസം നോക്കിയ കുഞ്ഞ് കണക്കുന്നപ്പോ കണ്ട നല്ല നിറഞ്ഞു പൂത്ത് നിക്കുവാണേ. നമ്മളാ തിരുമന്നേന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളതാ തിരുമന്ന വൈദ്യശാല. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നതാ ഇത്. ഒന്ന് നിറച്ചു പോകും. നമ്മുടെയൊക്കെ അവിടുത്തെ ഈ സമയം കഴിഞ്ഞല്ലോ, പൂവിന്റെ സമയം കഴിഞ്ഞു. ഇവിടെ ഇപ്പഴാന്ന് തോന്നുന്നു വേറൊരു മഞ്ഞ കളർ അല്ലേടാ. നമ്മുടെ അവിടുത്തെ മഞ്ഞ കളർ അല്ലേ ഇത്. നമ്മള് കൊണ്ടുവന്ന വലിയ കെട്ടല അഴിച്ച് ദൂരെ കളഞ്ഞു. കറണ്ട് പോയല്ലേ? കെട്ടല അഴിച്ചു കളഞ്ഞു.
വെട്ടമില്ല, കറണ്ട് പോയി. എന്തൊരാശ്വാസം. ആ അതന്നെ പറഞ്ഞത്. അത് ഇതിപ്പോൾ ഒരു 2-3 മാസം ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരുന്നാലും കൈ തന്നെ ആകുമായിരുന്നു. എന്നാടാ മൈക്ക് മൈക്ക് വെച്ചിരിക്കുന്നു. ഏതാ അവർ സംസാരിക്കുന്നോ? അവരിങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രായമായ പാട്ടിമാരെല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, കണ്ടില്ലേ? നല്ല രസമല്ലേ? ഇവർക്ക് എപ്പോഴും നല്ല ഇതായിരിക്കും അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമല്ലേ? നല്ല രസം. എപ്പോഴും ആൾക്കാരും ബഹളവും ഇങ്ങനെ എന്തായാലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും വർത്താനം പറഞ്ഞ് ആൾക്കാരും ഇഷ്ടം പോലെ. അവിടെ എല്ലാം ചുമ്മാ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രായമായ ഒരു അമ്മച്ചി ഉണ്ടോ? മിറ്റമെല്ലാം തൂത്ത് എല്ലാം റെഡിയാക്കുന്നു കണ്ടോ? ഇഷ്ടംപോലെ അമ്മമാരുണ്ട്. ഉണ്ട്. പച്ചക്കറിയൊക്കെ ആണെങ്കിലും ചെറിയ ഒരു എന്നെ പ്രായമായാലും 10-90-100 വയസ്സായാലും ചെറിയൊരു കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ടാണെങ്കിലും അവിടെ വന്നിരുന്ന് അതൊക്കെ കച്ചവടം ചെയ്താനായിട്ട് വീടിന്റെ വാതിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിലോ കാണും അവര്. അവിടെ ഉണ്ട്. അവിടെ ഏതാണ്ട് വല്യമ്മ എന്താണ്ട് വിൽക്കാനായിട്ട് വെച്ചോണ്ടിരിക്കുന്ന കണ്ടോ? നമുക്ക് പോയി നോക്കിയിട്ട് വരാം അതെന്നാണ്. ഇവിടെ എന്തോ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇത് കഴിഞ്ഞിട്ട് പോയി നോക്കാം അല്ലേ? അതെ, കൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്ന. സാധാരണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നൊടിഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഒടിച്ചിട്ടാണ് കിട്ടുന്നത്. വിട്, ലൂസാക്കി വിട്. ആ അത് കറക്റ്റ് നോക്കിയിട്ടേ കിട്ടത്തുള്ളൂ. കറക്റ്റേ ഇളക്കി നോക്കിയിട്ടേ കിട്ടത്തുള്ളൂ. ആ ആ ആ നോക്കി കിട്ടും. ആ കറക്റ്റാ ഭാഗത്ത് കേട്ടണം അല്ലേ? കമ്പന്തേനി റൂട്ടിൽ കമ്പത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് പുതുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് വൈദ്യരുടെ വീട്. നമ്മളൊരു ഏകദേശം 5 വർഷം മുമ്പ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അമ്മയ്ക്ക് നടുവേദനയായിട്ട് കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് തന്നെ നടുവേദനയൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടുവേദനയോ പൊട്ടലോ ഒടിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് വരുന്നത്. പരമുരാജ് എന്നാണ് നമ്മുടെ വൈദ്യരുടെ പേര്. പുള്ളി കൃഷിക്കാരനാണ്, കൂടുതൽ ഇതും ചെയ്യുന്നു. പക്ഷേ ഈ ചികിത്സയ്ക്കൊന്നും പൈസ ഫീസായിട്ടൊന്നും വാങ്ങിക്കാറില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും അവൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഈ വെച്ച് കിട്ടുന്നതിനും മരുന്നതിനുമുള്ള ചെറിയൊരു ഫീസുണ്ട്, അത്രേ ഉള്ളൂ. നാളെ കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ വരണം. എല്ലാരും കഴിച്ചിട്ട് പോകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കൂട്ടി പോവുക. അങ്ങനെ ഇവിടെ ഒരു കാളയുടെ പുറത്ത് മറ്റേ വീല് പറിച്ചു വെച്ചേക്കുന്നത് പോയല്ലേ. മണ്ണ് ചൂടാക്കി ഈ എണ്ണ നാളെ രാവിലെ ഒഴിക്കണം. എണ്ണ ഇപ്പൊ പുളി ഒഴിക്കത്തില്ല. ഇപ്പൊ ഒഴിക്കുന്നത് കൂടാതെ നമ്മൾ കൂടാതെ രാവിലെ ഒഴിക്കണം. നാളെ വൈകുന്നേരം ഒഴിക്കണം. നാളെ കഴിഞ്ഞ് വരണം. ഇനിയിപ്പോൾ നീ നാളെ വൈകുന്നേരം ഒഴിക്കണം. നാളെ രാവിലെ ഒഴിക്കണം, നാളെ വൈകുന്നേരം ഒഴിക്കണം. കണ്ടോ, ഇതാണ് കണ്ടോ? മലയാളികളാണ് ഇത് കാർഡ് അടിച്ചു തന്നത് അല്ലേ? എങ്ങനെയുണ്ട് പക്ഷേ കിട്ടിയിട്ട് എങ്ങനെയുണ്ട്? കെട്ടിട്ട് കുഴപ്പമില്ല. പിടിച്ചപ്പോഴത്തെ വേദന മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ വേദന മാറി. പിന്നെ ഇവിടെ പിടിച്ചപ്പോൾ എന്തോന്ന് കാണിച്ചു കിടക്കാൻ നരമ്പ് ഇപ്പുറത്തോട്ട് വീണ പോലൊരു തോന്നല്. അതിനാൾ ഇപ്പോൾ സെറ്റായി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ രണ്ട് ദിവസം നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ വരണം. അതെ, എങ്ങനെയുണ്ട് എണ്ണ? ഇതല്ലേ എണ്ണ ഒഴിക്കാനുള്ളത്? കുഴപ്പമില്ലല്ലോ. നമ്മൾ പോകാൻ നേരം ഇത് ഈ കണിക്കൊന്നയുടെ 2 വിത്തും കൂടെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അണ്ണം പറഞ്ഞ് ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവുന്ന പറഞ്ഞു. അതും കൂടെ കൊണ്ടുപോയേക്കാം. ഇവിടുത്തെ ചന്ത കണ്ടിട്ടുണ്ടോ? ആണോ? അന്നാ കൊച്ചൻ വന്നിട്ടില്ല. കൊച്ചനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു.
ഇതാ കേട്ടോ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ആള്? ആ, ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ മെയിൻ ഈ മാർക്കറ്റ് വരുന്നത്. ചൊവ്വാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പല അടുത്ത ചൊവ്വാഴ്ച ഉള്ളൂ. അതേ കൊണ്ട് വിട്ടാൽ മതി. അവിടെ അതിനകത്തൂടെ എല്ലാം നിരങ്ങി നടന്ന് മൊത്തം സാധനം നോക്കി വാങ്ങിച്ചോളൂ. മുളകിന് 120 കിലോയ്ക്ക് പറഞ്ഞത്. വേണോ? വേണം. എന്തേരം വേണം? അപ്പോൾ മൊത്തം ഒരു 6 കിലോ അല്ലേ? 6 കിലോ. അപ്പോൾ മുളക് 6 കിലോ ആയി. ഇനി വേറെ എന്നാ നോക്ക്. മല്ലി 1 കിലോ. മല്ലി എങ്ങനെയുണ്ട്? നല്ല മല്ലിയാണോ? പീസ് 1 കിലോ. കോവയ്ക്ക 1.5 കിലോ 20 രൂപ. വീരപാണ്ടി ഓഫറാ? എടുക്കണ്ടെണ്ണം എടുത്തോണ്ട് പോകുന്ന എല്ലാരും. 20. പച്ചമുളക് 1 കിലോ 30. ചെറിയ മുളകാണേലും കുഴപ്പമില്ല, നല്ല മുളകല്ലേ, മൂത്ത മുളക്. 2 കിലോ 30. കുഴപ്പമില്ല, നല്ല കളി അല്ലേ? 2 കിലോ എടുത്തോ. 2 கிலோ 30 ரூபா, வெங்காயம் 40 ரூபா, மாங்காய் 2 கிலோ 30 ரூபா. கேரட் கிலோ 15 ரூபா. മുരിയും കാരനാവിലേക്കാ 10 രൂപയാ? ശരി, ഒന്ന് എടുത്തു വിടും. ഇത് നമ്മുടെ കമ്പത്തുള്ള തമ്പീസ് ഹോട്ടലാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇവിടെ കയറി ഇവിടുത്തെ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് പോകും. നല്ല സൂപ്പർ പൊറോട്ടയും 2 സൈസ് ചാറും കിട്ടും ഇവിടുന്ന്. നല്ല ചൂട് ചാറ് കറി. അത് കുഞ്ഞിക്കും പോപ്പിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നില്ലേ? എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ കമ്പത്തിനൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം.